ഇന്നത്തെ റെസിപ്പി വെജ് കുറുമയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജ് കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെയാണ് ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ആദ്യം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി കട്ട് ചെയ്തതാണ്. ഉള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒത്തിരി ഉള്ളി ഇട്ട് കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ ഒരു മധുരമായി പോവും കറിക്ക്. അപ്പോൾ ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ട് അതേപോലെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫ്രോസൺ ചെയ്തതാണ്. ഇനി ഫ്രോസൺ ചെയ്തത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചേർക്കരുത്, അങ്ങനെയാണെങ്കിൽ കറിക്ക് ഒത്തിരി മഞ്ഞ കളറായി പോവും. ആദ്യം തന്നെ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഇത് മുങ്ങിക്കിടക്കുന്ന ഒരു പരുവത്തിനുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. നന്നായി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറിയെല്ലാം വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വേവിച്ചിട്ട് ഉടഞ്ഞു പോണ പരുവത്തിൽ എടുക്കരുത്, ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. അതേപോലെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കണം. അതേപോലെ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചക്കറി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഉള്ളിയുടെ അളവ് അധികം കൂട്ടി കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ കറിക്ക് ഒരു മധുരമായി പോവും. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങ കരയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ടിന്നിൽ വാങ്ങിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റുള്ള കുറുമക്കറിയുടെ റെസിപ്പിയാണിത്. അതേപോലെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. തേങ്ങ ഒന്ന് അരച്ച് ചേർക്കാതെ തന്നെ ടിന്നിൽ വാങ്ങിക്കുന്ന തേങ്ങാപ്പാലില്ലെങ്കിൽ തേങ്ങ പൗഡർ വെച്ചിട്ടും റെഡിയാക്കാം. തേങ്ങാ പൗഡറിൽ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് ലാസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഏതിലേക്കും മാച്ചായിട്ടുള്ള ഒരു കുറുമക്കറിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.